ഈ സംഘപരിവാറിൻ്റെ ലക്ഷ്യം മനുസ്മൃതി ഭരണം തിരിച്ചു കൊണ്ടുവരികയാണെന്ന് ഈ ലെഫ്റ്റ് ലിബറലുകളും ഈ ഇസ്ലാമിസ്റ്റുകളും നിരന്തരം പറയുന്നുണ്ട്. അതായത് മനുസ്മൃതിയുടെ ഭരണം കൊണ്ടുവന്നാൽ സതി തിരിച്ചു കൊണ്ടുവരും. ഇന്ത്യയിൽ ഭർത്താക്കന്മാർ മരിച്ചാൽ മുഴുവൻ സ്ത്രീകളും ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണമായിരുന്നു. ഇല്ലാത്തവരെ ബലമായി പിടിച്ച് ചിതയിൽ കത്തിക്കും. ഇങ്ങനൊരു ആചാരം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ ജാതീയമായ തൊട്ടുകൂടായ്മ പോലെ തന്നെ രാജാ റാം മോഹൻ റായ് വന്നിട്ട് നിർത്തലാക്കിയ ആചാരമാണ് സതി എന്നാണ് പാഠപുസ്തകങ്ങളിൽ പോലും പഠിച്ചിരിക്കുന്നത്. അപ്പോൾ രാജാ റാം മോഹൻ റായ് നിർത്തലാക്കിയില്ലായിരുന്നെങ്കിൽ ഇന്നും സതി ഉണ്ടാകുമായിരുന്നു. ജാതീയമായ തൊട്ടുകൂടായ്മ പോലെ ഇന്നും സതി ബാക്കി നിൽക്കുമായിരുന്നു. സതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ വ്യാപകമായി ഹിന്ദുക്കൾക്കിടയിൽ നിലനിന്ന ആചാരമേ അല്ല. ഈ രാജാ റാം മോഹൻ റായിയെ തന്നെ വീണ്ടും ഒന്ന് പഠിക്കണം എന്നാണ് എനിക്ക് ചരിത്രം വായിക്കുമ്പോൾ തോന്നാറുള്ളത്. അടുത്ത കാലത്ത് ന്യൂ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വായിച്ചപ്പോഴാണ് ഈ രാജാ റാം മോഹൻ റായ് ബ്ലേഡ് കമ്പനി നടത്തിയിരുന്ന ആളായിരുന്നു എന്നൊക്കെ ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. പലിശക്കാരനായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് തന്നെ ഈ ആർഭാട ജീവിതം നയിക്കുന്നവർക്കൊക്കെ പണം കടം കൊടുക്കുന്ന, പലിശയ്ക്ക് കടം കൊടുക്കുന്ന ആളായിരുന്നു രാജാ റാം മോഹൻ റായ്. പിന്നെ ഈ വില്യം കാരിയെ പോലുള്ള എന്താ അവർക്ക് പറയുക, ഈ സുവിശേഷ പ്രഘോഷണക്കാരില്ലേ, ഇവരുടെയൊക്കെ കൂടെ ഒക്കെ ജോലി ചെയ്തിരുന്ന ആളാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ രാജാ റാം മോഹൻ റായ് കുട്ടിയായിരുന്നപ്പോൾ രാജാ റാം മോഹൻ റായിയുടെ സിസ്റ്ററിനിലോ 17 വയസ്സായിരുന്നു അവർക്ക്. ഈ സിസ്റ്ററിനിലോ സതി അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. രാജാ റാം മോഹൻ റായിയുടെ വീട്ടിൽ നടന്നിട്ടുണ്ട്. അത് ബംഗാളിലാണ് കുറച്ചൊക്കെ അവിടെ ഇവിടെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും നടന്നിരുന്നതായിട്ട് ചരിത്രം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ, പഴയ നമ്മൾ മഹാഭാരതം മുതലുള്ളത് നോക്കിയാൽ കാണുന്നത് ബംഗാളിൽ ചില സ്ഥലങ്ങളിൽ ഉണ്ടായതായിട്ടാണ്. അത് ഈ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടില്ല. ഇല്ല, തീരെ ഇല്ലല്ലോ. ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ടോ? ഒന്നുമില്ല. ഈ വിജയനഗര ഭാഗത്ത് ഈ ചില സമയത്ത് ഈ രാജകുടുംബങ്ങളിലുണ്ടല്ലോ, അത് ചിത്തോർഗഡിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. മുഗൾ രാജവംശം ഈ വിധവകളായ ആളുകളൊക്കെ ചിലപ്പോൾ ഈ ചാരിത്രഭംഗം പേടിച്ച് അങ്ങനെ ചില ഘട്ടങ്ങൾ, അതായത് ഈ മുഗളന്മാർ പോലെയുള്ള മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യം ആക്രമിച്ച് കീഴടക്കുന്നു, രാജ്യം കീഴടങ്ങിപ്പോയി, തോറ്റു, തങ്ങളെ പിടിച്ചുകൊണ്ട് പോയി മതം മാറ്റി ഇവരുടെ ലൈംഗിക അടിമകളാക്കും എന്ന് വന്നപ്പോൾ ഈ നരാധമന്മാരുടെ കയ്യിൽ പെടാതിരിക്കാൻ ചെതയിൽ ചാടി മരിച്ചിട്ടുണ്ട്. ഈ ചിത്തോർഗഡിലെ ഒരു കൂട്ട സംഭവം ഇങ്ങനെ ആകെ ചരിത്രത്തിലുള്ള അങ്ങനെയാണ്. പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത് വരുന്നത് ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം അമീഷ് ത്രിപാഠി നമ്മുടെ പുരാണങ്ങളൊക്കെ അടിസ്ഥാനമാക്കി ധാരാളം പുസ്തകങ്ങൾ ഇറക്കുന്ന അമീഷ് ത്രിപാഠി കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. സതി അങ്ങനെ വ്യാപകമായിട്ട് നടന്നിരുന്നില്ല ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ലെഫ്റ്റ് ജിഹാദി കൂട്ടം ഉണ്ടല്ലോ, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ആക്രമിക്കാൻ ഇപ്പൊ നടക്കുകയാണ്. 2-3 ദിവസമേ ആയുള്ളൂ ഇത് തുടങ്ങിയിട്ട്. അപ്പോഴാണ് ഇത് നമുക്കൊന്ന് പറഞ്ഞേക്കാം എന്ന് തോന്നിയത്. ഈ സതിക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ശിവന്റെ ആദ്യത്തെ മറ്റേ ഭാര്യ പേരാണ് സതി എന്നുള്ളത്. സതീദേവി അഗ്നി സ്നാനം ചെയ്താണല്ലോ ഇല്ലാതായത്. ശിവന് ധിക്കരിച്ചിട്ട് അച്ഛൻ ദക്ഷന്റെ യാഗത്തിൽ പങ്കെടുക്കാൻ പോയി. ദക്ഷയാഗത്തില് സതി പോയി. അപ്പോ ശിവന് ദക്ഷൻ മറ്റേ ക്ഷണിച്ചിരുന്നുമില്ല. അപ്പോൾ സതി യജ്ഞത്തിയിൽ ആഹുതി ചെയ്തു. ശിവൻ വീരഭദ്രനായി, വീരഭദ്ര അവതാരം യജ്ഞശാല മൊത്തത്തിൽ നശിപ്പിച്ചു, യാഗശാല. സതിയുടെ ജഡവുമായിട്ട് അലയാണ് പിന്നെ ശിവൻ. അതിൻ്റെ ശരീരഭാഗങ്ങൾ പിന്നെ പല സ്ഥലത്തും വീഴുന്നു. അവിടെയൊക്കെ ക്ഷേത്രങ്ങളും പൂജാസ്ഥലങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. പിന്നീടുള്ള കാലത്ത് പാർവതിയായിട്ട് ജനിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ കഥ പോകുന്നത്. ഇതിൻ്റെ അകത്ത് സതി അനുഷ്ഠിക്കുന്നതായിട്ടൊന്നുമില്ലല്ലോ, ഭർത്താവിൻ്റെ ചിതയിൽ ചാടുന്നതായിട്ടും ഈ കഥയില്ലല്ലോ. സതി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ കഥയിൽ അത്രയേ ഉള്ളൂ. അതിൽ സതിയാചാരം ഇല്ല. മഹാഭാരതത്തിൽ ചില സ്ഥലങ്ങളിൽ മാത്രം
സതി പരാമർശിക്കുന്നുണ്ട്, അല്ലാതെ അത് ഹിന്ദുക്കളുടെ ഒരു ആചാരമായിട്ട് പറയുന്നില്ല. മെഗസ്തനീസ് BC 4-ാം നൂറ്റാണ്ടിൻ്റെ അകത്ത് ഗാന്ധാരത്തിൽ ഒരു സതി നടന്നതായിട്ട് മാത്രം മെഗസ്തനീസ് പറയുന്നുണ്ട്. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഒരെണ്ണം, അല്ലാതെ അതൊരു ആചാരമായിട്ട് പറയുന്നില്ല. അലക്സാണ്ടർ കീഴടക്കിയ ഗാന്ധാരത്തില് ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ ചിതയിൽ ആഹുതി ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവര് അത് സ്വയം ആണെന്നാണ് ഒക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഈ സ്വയം എന്നുള്ളത് ഡിസ്പ്യൂട്ടുള്ളതാണ്. ഒരു സ്ത്രീയും സാധാരണഗതിയിൽ കത്തുന്ന തീയിലേക്ക് ചാടിപ്പോവില്ല. സ്വയം ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് പിന്നത്തെ നരേറ്റീവിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചാടുന്നവരെ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് തീ തണുത്തിരിക്കും എന്നൊക്കെ ഈ നരേറ്റീവിന്റെ ഭാഗമായിട്ട്, എന്നിട്ട് ഇവിടെയൊക്കെ സ്മാരകശിലകൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ നരേറ്റീവിന്റെ ഭാഗമായിട്ട്. സതി നടത്തിയതായിട്ട് എത്ര സ്മാരകശിലകളാണ് നമ്മൾ കുഴിക്കുമ്പോൾ കാണാറുള്ളത്. അതെ, എത്ര എണ്ണം നമ്മൾ കാണുമായിരുന്നു. നമ്മൾ വേറെ ഇപ്പോൾ പാലായിൽ ഒരെണ്ണം കണ്ടത് വേറെ എന്തോ ആണെന്ന് പറഞ്ഞിട്ട് കതിരവൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതും ഡിസ്പ്യൂട്ട് ചെയ്യാവുന്ന സംഗതിയാണത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവക്ഷേത്രം ഉണ്ടായിരുന്ന ഒരു മനയുടെ സ്ഥലമാണത്. അല്ല, എതിരൻ കതിരവൻ അതെന്തോ ശിലായുഗകാലത്തെ ശവക്കല്ലറയുടെ മുകളിൽ വെക്കുന്ന കല്ലാന്ന് പറഞ്ഞപ്പോൾ സകലരും ഒന്ന് സംഭവിച്ചു. അത് സംഭവിച്ചു. പക്ഷെ ശിവലിംഗമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എതിർപ്പ് വരും. അപ്പൊ നിങ്ങൾ മണ്ണിനടിയിൽ നിന്ന് എന്ത് വേണേലും കണ്ടുപിടിച്ചോ, ക്ഷേത്രത്തിന്റെ ഒന്നും കണ്ടുപിടിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. വേറെ കണ്ടുപിടിച്ചാൽ അതിന് ഒരു തർക്കമില്ല, ആര് പറഞ്ഞാലും അംഗീകരിക്കും. ഇതാണ് കേരളത്തിലെ ഒരു ഇക്കോസിസ്റ്റം. മറ്റേ പറയുന്ന സാധനം ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പെന്നാണ് കതിരവൻ പറയുന്നത്. അതെങ്ങനെയാണ് ക്ഷേത്രം എന്നാണ് ഉണ്ടായത് എന്ന് വേദകാലത്തില്ലേ ദൈവങ്ങള് ക്ഷേത്രം. ആ വിഷയത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കതിരവന്റെ ഒരു രംഗപ്രവേശമാണ് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്മാരകശിലകളും ഇല്ല. സാധാരണ രണ്ടെണ്ണോ ഒക്കെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, തീരെ ഇല്ല എന്ന് പറയില്ല. അപ്പോൾ ആന്ധ്രയുടെ തീരത്ത് കുറച്ചിത് ഉണ്ടായിട്ടുണ്ട്, മധ്യപ്രദേശിൽ ചിലതൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യകാലത്ത്, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തന്നെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്തു നിന്ന് മുഗൾ, ബീജാപ്പൂര്, ഷാഹി ഭരണക്കാര്, കാരണം ഇതൊരു ഹിന്ദു രാജവംശം 300 കൊല്ലം നിൽക്കുകയാണല്ലോ തെക്കേ ഇന്ത്യയില്, ഇങ്ങനെ സ്ഥിരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശൃംഗേരി മഠാധിപതിയാണെങ്കിൽ ഇവരെ നിലനിർത്താനായിട്ട് നല്ല ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ഹിന്ദു സന്യാസി ഇവരുടെ ഒരു ബലമായിട്ട് നിൽക്കുന്നുമൊക്കെ ഉണ്ട്. അപ്പൊ വിജയനഗര സാമ്രാജ്യത്തിൽ ചില ഭാഗത്ത് ചില ആക്രമണങ്ങൾ നടന്നുമ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ മാസീവായിട്ടൊന്നും ഇതൊരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. പിന്നെ രാജസ്ഥാനില് ചിലത് അവിടെയൊക്കെ ഉണ്ട്. ഏറ്റവും അവസാനത്തത് രൂപ് കൻവാർ 1987 വലിയ വിഷയം, ഒരു സതി രൂപ് കൻവാർ ആണ് നമ്മൾ അവസാനം കേട്ടിട്ടുള്ളത്. ആകെ ആധുനിക കാലത്ത് നടന്നിരിക്കുന്ന 1987 രൂപ് കൻവാറിന്റെയാണ്. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം എവിടെയാണ് സതി ഉണ്ടായത്? അത് നിരോധിച്ച കഥയൊക്കെ നമ്മൾ അതിലേക്ക് വരിക. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ രൂപ് കൻവാറിൻ്റെതല്ലാതെ ഒരു സംഭവവും സതി എന്ന് പറഞ്ഞില്ല. ഒരിക്കലും സ്വേച്ഛപ്രകാരം ചെയ്തിട്ടില്ല ഒരു സ്ത്രീയും. അതൊരു വ്യാജ നരേറ്റീവാണ്. പിന്നെയാണ് ഈ രാജാറാം മോഹൻ റായുടെ കഥ 19-ാം നൂറ്റാണ്ടിലത്തത്. അത് നിയമം കൊണ്ടുവരുന്നത് വില്യം ബെന്റിങ് ആണ്. 1929 ഗവർണർ ജനറൽ ആയിരുന്നപ്പോൾ വില്യം ബെന്റിങ് ഇത് പുലിവാലായിരിക്കുമോ, ഹിന്ദുക്കളുടെ ആചാരമാണെന്നൊക്കെ ഈ രാജാറാം മോഹൻ റായ് പോയി തെറ്റിദ്ധരിപ്പിച്ചിട്ട് പുലിവാലാകുമെന്ന് വിചാരിച്ചിട്ട് 58 സംഘടനകൾക്കും വ്യക്തികൾക്കും ഒക്കെ ആയിട്ടൊരു സർക്കുലർ അയച്ചു. പട്ടാളം പ്രൊട്ടസ്റ്റ് ചെയ്യോ എന്നുള്ളത് വലിയ പേടിയായിരുന്നു. ഹിന്ദുക്കളൊക്കെ പട്ടാരത്തിലുണ്ടല്ലോ, ഒരാളും ഒരു അഭിപ്രായം പറഞ്ഞില്ല നിരോധിക്കുന്നതിന്റെ. രാജാറാം മോഹൻ റായ് ഉണ്ടാക്കിയ ഒരു ഫേക്ക് ആയിരുന്നു. ഒരാളും ഈ 58 പേര് ഇവിടെ ക്ഷേത്രപ്രവേശനം തന്നെ ഇവിടെ എല്ലാവർക്കും ഓരോരോ സ്വകാര്യ ക്ഷേത്രങ്ങളും ഓരോ സമുദായത്തിനൊക്കെ ക്ഷേത്രം ഉണ്ടായിരുന്നു.
സർക്കാർ ക്ഷേത്രങ്ങളുണ്ടല്ലോ, രാജാക്കന്മാരുടെ കീഴിൽ പൊതുക്ഷേത്രം, അവിടെയാണ് പ്രവേശന വിളംബരം എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നത്. സമുദായങ്ങൾക്ക് അവരുടെ ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം തന്നെ അത്രയാണ് ഉള്ളത്. ഈ വില്യം ബെന്റിങ് അങ്ങനെ എല്ലാവർക്കും 58 പേർക്ക് അയച്ചപ്പോഴും ആരും പ്രതിഷേധിച്ചില്ല, ഒന്നും പറയാനും പോയില്ല. അപ്പൊ റായിയുടെ ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു ദേശീയ പ്രസ്ഥാനമേ ആയിരുന്നില്ല. കാരണം ഇത് പാൻ ഇന്ത്യൻ സംഭവമല്ലായിരുന്നു. ഈ രാജാ റാംമോഹൻ റായ് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിരുന്നില്ല. 19-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ ചില ഭൂപ്രഭു കുടുംബങ്ങളിൽ മാത്രം വല്ലപ്പോഴും നടന്നിട്ടുള്ളതാണ്. ബ്രാഹ്മണർക്കിടയിൽ ഇത് ഉണ്ടായതായിട്ട് ഒരു സ്ഥലത്തും പറയുന്നില്ല. അപൂർവം ചില രജപുത്രന്മാർക്കിടയിലൊക്കെയാണ് ഈ പറഞ്ഞ ചരിത്രഭംഗം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട്. ഇന്ത്യ ചരിത്രത്തിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ വേദത്തിലില്ല. ഒരു വേദത്തിലും സതിയെപ്പറ്റി പരാമർശം ഇല്ലെങ്കിൽ പിന്നെ ഹിന്ദു ചരിത്രത്തിന്റെ ഭാഗമല്ലല്ലോ അത്. കോളനി കാലത്തെ ചരിത്രം മാത്രമാണ് ഈ രാജാ റാംമോഹൻ റായ്, വില്യം ബെന്റിങ് ഇവരെ പറ്റി പറയുമ്പോൾ മാത്രമാണ് ഇത് രംഗത്ത് വരുന്നത്. പിന്നെ രാജാ റാംമോഹൻ റായ് ആണോ ആദ്യം ഇങ്ങനത്തെ സംഭവത്തിനെ എതിർത്തിരുന്നത്? സ്ത്രീകൾ ഇങ്ങനെ ആത്മാഹുതി ചെയ്യരുത്, സതി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ബാണഭട്ടൻ 7-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത് മണ്ടത്തരമാണ്. കാരണം വിധവ സ്വർഗത്തിൽ പോകും ഇങ്ങനെ ചെയ്താൽ എന്നാണ് വിശ്വാസം. സ്വർഗത്തിൽ പോവില്ല, നരകത്തിലേ പോവുള്ളൂ. ഈ ഹൂറിയുടെ കഥ പറയുന്ന പോലത്താണ്. ആ കാലത്ത് ആരോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ സ്വർഗത്തിൽ പോവും. ആത്മഹത്യ പാപമായതുകൊണ്ട് ആത്മഹത്യ ചെയ്താലാണ് നരകത്തിൽ പോവുക. പാണൻ എഴുതിയിട്ടുണ്ട്. പാണനെ വിമർശിച്ചു പറഞ്ഞു. മേധതിഥി 10-ാം നൂറ്റാണ്ടില് ഇത് ശാസ്ത്രധർമ്മങ്ങൾക്കെതിരാണ്. സ്ത്രീകളുടെ ആത്മഹത്യ, സതി എന്ന് പറഞ്ഞിട്ടില്ല, സ്ത്രീകളുടെ ആത്മഹത്യ. വിരാടൻ ഇത് നിരോധിച്ചതായിട്ട് പറയുന്നുണ്ട്. 12-ാം നൂറ്റാണ്ടില് വിരാടനെ ഉദ്ധരിച്ച് അപരകൻ ഈ സ്ത്രീകളുടെ ആത്മാഹുതിയെ വിമർശിച്ചിട്ടുണ്ട്. ദേവാന ഭട്ടൻ ഇതൊരു താഴ്ന്ന പരിപാടിയാണ്, സ്ത്രീകളുടെ ആത്മാഹുതി എന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. മഹാനിർവാണ തന്ത്രത്തില് സ്ത്രീയെ അനാദരിച്ചാൽ പുരുഷൻ ഉപവാസം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മഹാനിർവാണ തന്ത്രം വില്യംകാരിയും രാജാ റാംമോഹൻ റായും കൂടി ഉണ്ടാക്കിയതാണ് എന്നൊരു വ്യാജ പ്രചാരണവും ചിലർ നടത്തുന്നുണ്ട്. ഇതൊക്കെ വളരെ മുമ്പുള്ളതാണ്. സ്ത്രീ, അതായത് മൃഗങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ എന്താ പറയുക, സ്ത്രീ വിഭാഗം ഉണ്ടല്ലോ, ആ സ്ത്രീ മൃഗങ്ങളെ വേവിക്കുന്നതും പണ്ടേ ഹിന്ദുക്കൾ നിരോധിച്ചിട്ടുണ്ട്. ഈ മൃഗങ്ങളുടെ കൂട്ടത്തിലുള്ള പശുവിനെ പോലെയൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശാക്തേയന്മാരും ബംഗാളിലല്ലേ കൂടുതൽ ഉണ്ടായിരുന്നത്, അവരും ഈ സ്ത്രീകളുടെ ആത്മാഹുതിയെ നിരോധിച്ചിട്ടുണ്ട്, അനാചാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാൻ വേണ്ടി ഒരു പുസ്തകമുണ്ട്, ജോൺ സ്ട്രാറ്റൺ ഹോലി എഴുതിയിട്ടുള്ള പുസ്തകം, സതി ദ ബ്ലെസ്സിങ് ആൻഡ് ദ കേഴ്സ്, ദ ബേണിംഗ് ഓഫ് വൈഫ്സ് ഇൻ ഇന്ത്യ. ഓക്സ്ഫോർഡ് ഇറക്കിയ പുസ്തകമാണ്. അതിൽ ഈ ചരിത്ര ഭാഗമൊക്കെ പറയുന്നുണ്ട്. സതി ഇന്ത്യയിൽ മൊത്തത്തിൽ നടന്നിരുന്നൊരു സംഭവമേ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സായിപ്പിനെ നമ്മൾ ഉദ്ധരിച്ചാൽ സത്യമായിരിക്കണമല്ലോ. അപ്പൊ ഈ പുസ്തകം വായിച്ചാലും മതി. അക്ബർ ഈ സെൽഫ് ഇമ്മലേഷൻ നിരോധിച്ചിട്ടുണ്ട്. സിഖ് ഗുരു അമർദാസ് 15-16 നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ ആത്മാഹുതി ചെയ്യരുത്. മറാത്ത ഈ ആത്മാഹുതി നിരോധിച്ചിട്ടുണ്ട്. രാജാ റാംമോഹൻ റായ്ക്കും വില്യം ബെന്റിങ്ങിനും മുമ്പ് എത്രയോ ഇതിനെതിരായ വിമർശനങ്ങൾ ഹിന്ദുക്കളുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ബംഗാളിൽ 1815 1825 കണക്ക് ബെന്റിങ് എടുത്തപ്പോൾ 639 പേര് സ്ത്രീകൾ ആത്മാഹുതി ചെയ്തതായിട്ട് കണ്ടു. അത് മുഴുവൻ സതിയാണെന്നും പറയാൻ പറ്റില്ല. റോയിയുടെ സിസ്റ്റർ ഇൻ ലോയുടെ കഥ നമ്മൾ പറഞ്ഞു. ബെന്റിങ്ങിന്റെ സർക്കിളിന്റെ കഥ പറഞ്ഞു. ആരും എതിർത്തില്ല. ഗവർണറായിട്ട് 18-ാം മാസമാണ് വില്യം ബെന്റിങ് ഈ സർക്കുലർ അയക്കുന്നതും നിരോധിക്കുന്നതും.
1829 ഡിസംബർ 4-നാണ് നിരോധം. പക്ഷെ നിരോധിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിരോധിക്കാൻ എളുപ്പവുമായിരുന്നു. 7 പ്രിവി കൗൺസിൽ ഉണ്ടല്ലോ ലണ്ടനിലെ, അതിലെ അംഗങ്ങളോട് ഇത് ആ കാലത്ത് ചോദിക്കുന്നുണ്ട്. 7 പ്രിവി കൗൺസിൽ അംഗങ്ങളിൽ ഭൂരിപക്ഷവും നിരോധിച്ചോളാൻ പറഞ്ഞു. ഇതൊരു പ്രശ്നമല്ല എന്ന് 3 പേരെ എതിർത്തുള്ളൂ ഇതിനെ. ഇതാണ് ഈ സതി എന്ന് പറയുന്ന വ്യാജ സംഭവത്തിന്റെ കൊള്ളപ്പലിച്ചക്കാരന്റെ കള്ളക്കഥയാണിത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.